ഞങ്ങൾ എല്ലാം കോടതിയെ വെർബാറ്റിം കോട്ട് ചെയ്തേ പറയാറുള്ളൂ. ഇനി ജയ്ക്ക് പെട്ടെന്ന് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ജയ്ക്ക് RSSന്റെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആണ് ശബരിമല യുവതികൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയത്. നിങ്ങൾ എന്തെങ്കിലും ഹിന്ദു എന്ന് കണ്ടാൽ അതെല്ലാം RSSന്റെ കാലിൽ കൊണ്ട് വെക്കരുത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ പലപ്പോഴും പല തെറ്റായ പ്രവണതകളും വളരുന്നത്. ഈ നാട്ടിൽ ഒരുപാട് പേരെ ഹിന്ദു വിശ്വാസികളുണ്ട്, ഞങ്ങളടക്കമുള്ള ഒരുപാട് പേരുണ്ട്, ഗാന്ധിയന്മാരുണ്ട്, NSS ഉണ്ട്, SNDP ഉണ്ട്. ഇവർക്കെല്ലാം യുവതി പ്രവേശനത്തോട് എതിർപ്പാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയാണല്ലോ ഈ തന്ത്രി കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയാൽ ഉടനെ അത് മുഴുവൻ ഒരു സമൂഹത്തിന് മുഴുവൻ എതിരാണെന്നൊരു നിലപാട് സ്വീകരിക്കുന്നതും അവിടെ പ്രശ്നമാകുന്നതാണ്. രാഹുൽ വളരെ സമർത്ഥമായ ആ ചോദ്യത്തിൽ നിന്നും വഴുതി മാറിയത് കണ്ടോ. ഞാൻ ചോദിച്ചത് എന്താണ്, ഇപ്പോഴത്തെ വിജിലൻസ് കോടതി പരാമർശം അതിനോടൊപ്പം തന്നെയാണല്ലോ ഈ വിഷയത്തിൽ അല്ല ക്ലിയർ ആണ്. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടിനോട് രാഹുലിന്റെ അഭിപ്രായം എന്താണ്? അല്ല, എന്തുകൊണ്ടാ ക്ലിയർ? നമ്മുടെ കോടതി സംവിധാനം അനുസരിച്ച് എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി. അപ്പോൾ അയാൾക്ക് മേൽ ആരോപണങ്ങൾ വരുന്നു. അത് പ്രഥമ ദൃഷ്ടിയ ഒരു കോടതിയുടെ പരിഗണനയിൽ എത്തുമ്പോൾ കോടതി ശരിയോ തെറ്റോ എന്ന് പ്രൈമാ ഫേസി നോക്കും. അതിനുശേഷം ട്രയലിലേക്ക് വരും. പ്രൈമാ ഫേസി അയോട്ട ഓഫ് എവിഡൻസിൽ നിന്ന് 2 തവണ എഴുതിയൊരു വിധിന്യായം, അബ്സല്യൂട്ട്ലി നത്തിങ് ഓൺ റെക്കോർഡ് എന്ന് 2 തവണ എഴുതിയൊരു വിധിന്യായം. ഇത് കോടതിയുടെ വിധിന്യായത്തെ കോട്ട് ചെയ്തല്ലേ? ഞാൻ അടക്കം 24 ആദ്യം എടുത്ത നിലപാട് എന്താ? തന്ത്രി എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്ത്രിയല്ല അയ്യപ്പനാണ് പ്രധാനം. അയ്യപ്പൻ പ്രധാനമാണ്. തന്ത്രിയെ പരസ്യമായി തള്ളി പറയുന്നത് 24 ചർച്ചയിൽ തന്നെ പലതവണ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വെളിവായി തന്ത്രി നിരപരാധിയാണ്. അതും തന്ത്രി വളരെ സാത്വികനും ഇന്നേവരെ ഒരു ചീത്തപ്പനും കേൾപ്പിക്കാത്ത വ്യക്തിയാണ്. അവിടെയാണ് ദയവായി ജയിക്കടക്കമുള്ള ഇടതുപക്ഷക്കാർ തന്ത്രി എന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കണം. തന്ത്രി എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് മൗലവിയെ പോലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിലിൽ പരിഗണിക്കുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് ഉണ്ട്. ആ ഡിവിഷൻ ബെഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻപ് വളരെ സുപ്രധാനമായ ഒരു സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണ് രാഹുലിന്? അവിടെ തന്ത്രിയുടെ വിഷയം പരിഗണനാപാത്രമായി വന്നതായി നമുക്ക് ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ അറിവില്ല. അല്ലല്ല, പരിഗണനയിൽ വന്നെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞില്ല. തന്ത്രി അടക്കമുള്ള കാര്യങ്ങൾ അല്ല, തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് SIT പോകുന്നത് സ്വാഗതാർഹമാണ്. തന്ത്രിയുടെ കാര്യം പറഞ്ഞില്ല കോടതി എന്ന് പറയുന്നല്ലോ. പക്ഷെ അതിൽ അറസ്റ്റ് ചെയ്ത 1 by 1 ഓരോരുത്തരെയും അക്കമിട്ടായിരുന്നില്ലല്ലോ അല്ലല്ലോ ആ പരാമർശം. പൊതുവിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു പരാമർശം. അല്ല, തന്ത്രിയുടെ കാര്യത്തിൽ ഡിസംബർ 5 ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിമർശനം ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും ചെയ്യാനും CPM-ന് രാഷ്ട്രീയമായ ഗുണം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ആ വാദത്തെ ഖണ്ഡിച്ചോട്ടെ. പക്ഷെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? ഇപ്പം തെളിഞ്ഞിരിക്കുന്നത് തന്ത്രി അറസ്റ്റ് ചെയ്ത ഗ്രൗണ്ട്സ് എന്താണ്? അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല. അവിടെയാണ് സന്ദീപ് ആര് പറയുന്ന വാദം പ്രസക്തമാകുന്നത്. കാര്യം തന്ത്രി ദേവന്റെ പിതാവാണ്. ആ ദേവന്റെ പിതാവായ മനുഷ്യനെ ആ ദേവന്റെ അനുമതി മേടിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ലെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇത്ര ദുർബലമായ റിമാൻഡ് റിപ്പോർട്ടാണെന്ന് വ്യക്തമല്ലേ? അത് കോടതി അടിയര ഇട്ടില്ലേ? എന്തുകൊണ്ടാണ് കോടതി അടിവരയിട്ട് പറയുകയാണ് തെളിവില്ല, അബ്സല്യൂട്ട്ലി നത്തിങ് ഓൺ റെക്കോർഡ്. എന്നിട്ട് SIT പ്രചരിപ്പിച്ച കള്ളക്കഥകളോ തന്ത്രി ഭാഗികമായി സമ്മതിച്ചു എന്ന് നിങ്ങളുടെ ചാനലിലെ കൊണ്ടുപോലും അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ തന്ത്രി കുറ്റക്കാരനാണെന്ന് എന്തെങ്കിലും രീതിയിൽ കോടതികളോ മറ്റോ പറഞ്ഞാൽ വിധി വന്നതാണെങ്കിൽ പരസ്യമായി തള്ളി പറയാം. പക്ഷെ അത് ചെയ്യില്ല. കാര്യം കണ്ഠരര് രാജീവർ അത്ര നിരപരാധിയും നിഷ്കളങ്കനുമായ ഒരു മനുഷ്യനാണ്. എന്നെ പോലും ശാസിക്കാറുണ്ട് അഗ്രസീവായ സ്റ്റാൻഡ് എടുക്കരുതെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.